മയ്യിത്ത് കുളിപ്പിക്കുന്നത് സെപ്പറേറ്റ് വേറൊരു കുളിയായിട്ട് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ നേരത്തെ എന്റെ വിഷയാവതരണത്തിൽ പറഞ്ഞു, മയ്യിത്ത് കുളിപ്പിക്കൽ നിർബന്ധമാണ്, വുളു സുന്നത്താണ്. പക്ഷെ സുന്നത്തായ വുളു സാധുവാകണമെങ്കിൽ നിയ്യത്ത് നിർബന്ധമാണെന്നും നിർബന്ധമായ കുളിക്ക് നിയ്യത്ത് നിർബന്ധമില്ല, സുന്നത്താണെന്നും ഞാൻ പറഞ്ഞു. അപ്പൊ നിയ്യത്ത് നിർബന്ധമുണ്ടോ ഇല്ലെന്നുള്ള ചോദ്യം തന്നെ പ്രസക്തമല്ല. പിന്നെ കുളി രണ്ട് ഒരുമിച്ച് കൂടിയ ഒരാളാണ് മരിക്കുന്നത് എന്ന് വരുമ്പോൾ ഈ രണ്ട് കുളി വേണ്ടതുണ്ടോ എന്ന് ഇല്ല. മയ്യത്ത് കുളിപ്പിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ മേൽ നിർബന്ധമുള്ള കുളി കഴിഞ്ഞു. ഈ കാപ്പൂർ കലക്ക എന്ന് പറഞ്ഞല്ലോ, കർപ്പൂരം. അതെ അതെ. ഈ കർപ്പൂരം കലക്കുമ്പോൾ വെള്ളത്തിന് ശരിക്കും ഒരു നിറവ്യത്യാസം വരാറ്. അതെ അതെ, താങ്കൾ ചോദിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ വിഷയം അവതരിപ്പിച്ചപ്പോൾ സൂചിപ്പിച്ചു, വെള്ളം ശുദ്ധിയുള്ള വസ്തു കൊണ്ട് അതിന്റെ സ്വഭാവ മാറ്റം വരുന്ന വിധത്തിൽ അതിൽ വസ്തുക്കൾ ചേരാൻ പാടില്ല. അങ്ങനെ ചേർന്നാൽ ആ വെള്ളം പിന്നെ ശുദ്ധീകരണത്തിന് കൊള്ളുന്നതല്ല. അതുകൊണ്ട് ഈ കൽപ്പൂരം അതിൽ കലർത്തുന്നത് സുന്നത്താണെന്ന പേരിൽ ധാരാളം എടുത്തിട്ടിട്ട് വെള്ളത്തിന്റെ നിറമോ വാസനയോ വല്ലാതെ വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അപകടമാണ്. ആ വെള്ളം കൊണ്ട് പിന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് വളരെ കുറഞ്ഞത് മാത്രം അതിൽ ചേർത്താനാണ് ഫുഖാഹ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഖലീലു കാഫൂരിൻ എന്നാണ് ഫുഖാഹ അതിന് ഇബാറത്തിട്ടിരിക്കുന്നത്, കുറഞ്ഞ കൽപ്പൂരം എന്ന്. അപ്പൊ അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം. സാധാരണക്കാരൊക്കെ വല്ലാതെ അതിൽ വാരിടുന്നുണ്ടെങ്കിൽ അത് അപകടം ചെയ്യുന്നതാണ്. മയ്യത്തിനെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ അതെ, അടുത്ത ബന്ധുക്കളോ അടുത്ത ആളുകളോ ആണെങ്കിൽ അവരാണ് നല്ലത് എന്ന് പറഞ്ഞു. അതില് ഈ ഏറ്റവും കൂടുതൽ അടുത്തവർ ഭാര്യ ഭർത്താവ്, ഭർത്താവ് ഭാര്യ. ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കുളിപ്പിക്കാൻ പറ്റുമോ? ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് കുളിപ്പിക്കാൻ പറ്റുമോ? ശറൽ ഒരു പുരുഷൻ മരിച്ചാൽ ഭാര്യക്ക് കുളിപ്പിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. സ്ത്രീ മരിച്ചാൽ ഭർത്താവിനും മയ്യത്ത് കുളിപ്പിക്കാവുന്നതാണ്, കാണാവുന്നതുമാണ്, ജായിസാണ്. പക്ഷേ ജീവിതകാലത്തതുപോലെ വൈകാരികമായ കാഴ്ചപ്പാടോടുകൂടിയുള്ള ദർശനം സ്പർശനവും രണ്ടും പാടില്ലാത്തതാണ്. പഴയ ഭർത്താവ് ഭാര്യ എന്ന കാഴ്ചപ്പാടോടുകൂടി കുളിപ്പിക്കൽ അനുവദനീയമാണ്. പക്ഷെ വികാരമില്ലാത്ത നോട്ടവും വികാരമില്ലാത്ത സ്പർശവും ആയിരിക്കണം. മയ്യത്ത് കുളിപ്പിക്കുന്നത് അതെ, സ്ത്രീകളായ മയ്യത്താണെങ്കിൽ പുരുഷന്മാരെ കുളിപ്പിക്കുന്നത് പോലെ തന്നെയാണോ കുളിപ്പിക്കുന്നത്? അതല്ലെങ്കിൽ അതിൽ പ്രത്യേകമായ വല്ല കാര്യങ്ങളും ശ്രദ്ധിക്കണം? സ്ത്രീകളെ കുളിപ്പിക്കുന്നിടത്തും ഞാൻ പറഞ്ഞു, കുളിപ്പിക്കുന്നത് പെണ്ണിന് പെണ്ണായിരിക്കും. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, സാധാരണ പെണ്ണിന് മുടി കുറച്ച് കൂടുതലുണ്ടാവും. അപ്പൊ ചിലർ അത് മുടഞ്ഞു വെച്ച് കാണും. അങ്ങനെ മുടഞ്ഞു വെച്ച രീതിയിലാണ് മരിക്കാൻ ഇടയായതെങ്കിൽ കുളിപ്പിക്കുമ്പോൾ ആ മുടിക്കുള്ളിൽ വെള്ളം ചേരാൻ അത് പ്രതിബന്ധമാണെങ്കിൽ മുടി നിർബന്ധമായിട്ടും അഴിച്ചിരിക്കണം. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വീതിയുള്ള പല്ലുകളോടുകൂടിയ ചീർപ്പ് കൊണ്ടോ മറ്റോ ഒന്ന് ചീകുന്നതിനും വിരോധമല്ല. മുടി കൊഴിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി സ്വമേധയാ കെട്ടിക്കുടുങ്ങിയ മുടിയുണ്ട് ചില സ്ത്രീകൾക്ക്. ഇതിന്റെ ഉള്ളിൽ വെള്ളം ചേരാൻ വിഷമുണ്ടെങ്കിൽ അത് പ്രശ്നമാക്കേണ്ടതില്ല, മുറിച്ചു മാറ്റേണ്ടതുമില്ല എന്നാണ് ഫുഖഹാന്റെ തീരുമാനം. സ്ത്രീകളായ മയ്യത്താണെങ്കിൽ, സ്ത്രീയുടെ മയ്യത്താണെങ്കിൽ വല്ല കാര്യവും പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഈ 3 തുണിയിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? എങ്കിൽ എങ്ങനെ? ശരിയാണ്, ന്യായമായും അത് നേരത്തെ ആ അവതരണത്തിൽ പറയേണ്ട വിഷയമായിരുന്നു. സ്ത്രീയാണ് മയ്യത്തെങ്കിൽ കഫൻ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞു 5 വസ്ത്രങ്ങളാണ്. അഥവാ ഒരരയുടുപ്പ്, കമീസ് നീളക്കുപ്പായം, മുഖമക്കന, ഈ 3 എണ്ണത്തിന് പുറമെ 2 പുടവകളും. അപ്പൊ നേരത്തെ ചെയ്തതുപോലെ 2 പുടവകൾ ആദ്യമായി വിരിച്ചതിന്റെ ശേഷം ഉടുക്കാനുള്ള ഒരു വസ്ത്രം അത് വിരിച്ചിരിക്കണം. പൊക്കളിന്റെ ഇടയിൽ മറയുന്നതായിരിക്കണം. അല്പം കൂടി പോകുന്നതിന് വിരോധമല്ല, ഇത് നിർബന്ധമായും മറയുന്നതായിരിക്കും. അങ്ങനെയുള്ള ഒരു ഇസാർ, മുണ്ട്, ഒരു തുണി അത് ഉടുപ്പിച്ചതിന്റെ ശേഷം രണ്ടാമതായി കമീസ് അഥവാ ശരീരം മറയുന്ന ഒരു നീളക്കുപ്പായം, സാധാരണ സ്ത്രീകൾ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്നതോ നേരത്തെ ഉപയോഗിക്കുന്ന പഴയതാണ് നല്ലത്, പുതിയതിനേക്കാൾ ഉചിതം. അങ്ങനെയുള്ളൊരു കമീസ് ധരിപ്പിക്കണം. അത് കഴിഞ്ഞതിന്റെ ശേഷം മൂന്നാമതായി മുഖമക്കന ധരിപ്പിക്കണം. സ്ത്രീകൾ സാധാരണ നിസ്കരിക്കാൻ പോകുന്ന അവസരത്തിൽ വസ്ത്രം ധരിച്ച് മക്കനിട്ടതിന്റെ ശേഷമാണ് നിസ്കാരക്കുപ്പായം ധരിക്കാറ്. ഇതിന് മാറ്റമായി നിസ്കാരക്കുപ്പായം ധരിച്ചതിന്റെ ശേഷമാണ് കഫൻ ചെയ്യുന്ന സന്ദർഭത്തിൽ മുഖമക്കന ധരിക്കാൻ വേണ്ടി ഫുഖഹാ നിർദ്ദേശിക്കുന്നത്. നിസ്കാര സമയത്ത് അങ്ങനെയാണെങ്കിലും സാധാരണ സ്ത്രീകൾ വേഷവിധാനം എന്ന നിലക്ക് വസ്ത്രം ധരിക്കുമ്പോഴും ഈ ശൈലിയാണ് സ്വീകരിക്കാറുള്ളത്. അഥവാ പാട്ടതിന്റെ ശേഷം മുഖമക്കന ധരിക്കും. ഈ ശൈലിയാണ് കഫൻ ചെയ്യുന്ന അവസരത്തിലും സ്വീകരിക്കാൻ ഫുഖഹാ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു അരയുടുപ്പ്, ശേഷം ഒരു കമീസ്, മൂന്നാമതായി മുഖമക്കന, അത് കഴിഞ്ഞിട്ട്
രണ്ട് തുണിയിൽ പൊതിയുന്ന രീതിയാണ് സ്ത്രീയെ കഫൻ ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷനെ കഫൻ ചെയ്തപ്പോൾ കാണിച്ച ആ നഗ്നഭാഗത്ത് കഞ്ഞി ഉറപ്പിക്കുന്നതിനും ആ ദ്വാരങ്ങൾ ഭദ്രമായി അടയുന്നതിനും വേണ്ടി ഒരു തുണി കൊണ്ട് വെച്ച് കെട്ടിയത് കാണിച്ചു. ഇത് സ്ത്രീക്കും കാണിക്കേണ്ടതാണ്. ഇത് മരണപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് പല സ്ഥലങ്ങളിലും പലരും വരികയും യാസീനും ഫാത്തിഹയും മോദി ദുആ ചെയ്തു പോവാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ചില പണ്ഡിതന്മാർ ചില സ്ഥലങ്ങളിൽ മയ്യത്തിന് വേണ്ടി ആ സമയത്ത് ഖുർആൻ ഓതാനോ ആ സമയത്ത് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാനോ പാടില്ല എന്നും മയ്യത്ത് കഫൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതാൻ പറ്റൂ, മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറ്റൂ എന്നും ഒരഭിപ്രായം കേൾക്കുന്നു. ഇതിലേതാണ് ശരി? മയ്യത്തിന് ഈ കഫൻ ചെയ്യുന്നതിന് മുമ്പായി വല്ല ദുആയും നടന്നതായി പ്രാമാണികമായ വല്ല തെളിവുകളും ഉണ്ടോ? കഫൻ ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്നതിന് വരെ മാനദണ്ഡമല്ല. അഥവാ കഫൻ ചെയ്യുന്നതിന്റെ മുമ്പ് കുളിപ്പിച്ച മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാവുന്നതാണ്. പക്ഷെ കഫൻ ചെയ്തതിന്റെ ശേഷമാണ് നിസ്കരിക്കുന്നതിന് ഉത്തമം, അല്ലെങ്കിൽ കറാഹത്ത് വരും. എങ്കിൽ പിന്നെ ഈ കഫൻ ചെയ്യുന്നതിന്റെ മുമ്പ് നിസ്കരിക്കൽ വരെ അനുവദനീയമാണ് എന്ന് വരുമ്പോൾ ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഒട്ടും ന്യായമല്ല.